ഹലോ ഫ്രണ്ട്സ്, എന്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിവിടെ ഇന്ന് പറയാൻ പോകുന്നത് പുതുതായി ട്രെൻഡിങ്ങിലേക്ക് വരുന്ന ഒരു ഷൂസ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ്. അതായത് കഴിഞ്ഞ വീഡിയോന്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്തത്. കഴിഞ്ഞതിൽ വിട്ടുപോയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. എനിക്ക് നിങ്ങളോട് മെയിനായിട്ട് പറയാനുള്ള ഒരു കാര്യം വെച്ചാൽ നമ്മൾ പുതുതായിട്ട് ഷൂസ് നമ്മൾ ആദ്യമായിട്ട് ട്രെൻഡിങ്ങിലേക്ക് വരുവാണ്, ആദ്യമായിട്ട് നമ്മൾ ഷൂസ് ട്രൈ ചെയ്യണം. റണ്ണിങ് ഷൂസ് ട്രൈ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ഒരു ഷോറൂമിലേക്ക് പോകും. റണ്ണിങ് ഷൂസിന്റെ ഷോറൂമിൽ പോയിട്ട് നമുക്ക് അവിടെ നിന്ന് നമുക്ക് കംഫർട്ടായിട്ടുള്ള കറക്റ്റ് നോക്കിയിട്ട് വാങ്ങാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമ്മളെപ്പോഴും ഷൂസ് വാങ്ങുമ്പോൾ ഒരു 0.5 കൂട്ടി വാങ്ങണം. അതുപോലെ തന്നെ ഈ നിലവിൽ വരുന്ന ബ്രാൻഡുകളുടെ പല ബ്രാൻഡുകളുടെയും ഈ 9 സൈസോ 8 സൈസ് ഏത് സൈസ് ആയിക്കോട്ടെ, അത് ചെറിയൊരു വ്യത്യാസമുണ്ട്. പല ബ്രാൻഡുകൾക്കും ഈ സൈസിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്തിട്ട് തന്നെ വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ടോ ബോക്സിന്റെ വിഡ്ത്ത് വൈഡ് ആയിട്ടുള്ളത്, അതുപോലെ തന്നെ നോർമൽ വിഡ്ത്തും വരുന്നുണ്ട്. അപ്പോ ഈ വൈഡായിട്ട് വലിയ വീതിയുള്ള ടോസുള്ള ആൾക്കാരാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് അവര് വൈഡായിട്ടുള്ളത് വാങ്ങും. അവരൊരിക്കലും നാരോ വാങ്ങരുത്. അതുപോലെ നാരോ ഉള്ള ആൾക്കാർ ഒരിക്കലും വൈഡായിട്ടുള്ളത് വാങ്ങരുത്. പിന്നെ അതുപോലെ തന്നെ ബോഡി വെയിറ്റ് ഏകദേശം 85 മുകളിലുള്ള ആൾക്കാരാണെങ്കിൽ, നല്ല ബോഡി വെയിറ്റുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ചുകൂടി കുഷനിങ് കൂടിയിട്ടുള്ള ഷൂസ് വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. റണ്ണിങ് ഷൂസ് തന്നെ ബേസ് മോഡൽ ആയിക്കോട്ടെ, ഏതായാലും കുറച്ച് കുഷനിങ് കൂടിയിട്ടുള്ള ഷൂസ് വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത്രയാണ് എനിക്കിപ്പോ മെയിനായിട്ട് ഈ വീഡിയോയിൽ പറയാനുള്ളത്. അടുത്ത വീഡിയോ നമുക്ക് വേണ്ടി